DSLR ക്യാമറ ഉപയോഗിക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, അതായത് ഒരു ബേസ് മോഡൽ ക്യാമറ ഉപയോഗിക്കുന്നവർക്കുള്ളൊരു പ്രശ്നമാണ് അതിൻ്റെ ഒരു ലൈവ് വ്യൂ കാണണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം രണ്ടുപേരും ഒരാളൊക്കെ ഒറ്റയ്ക്ക് ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും, അതിപ്പോൾ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് വേണമെങ്കിൽ നമുക്കൊരു മോണിറ്റർ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യണമെങ്കിൽ മാറി നിന്ന് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, അടുത്ത് തന്നെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിഹാരമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് DSLR കൺട്രോൾ പ്ലസ് എന്നൊരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ DSLRനെ ഫുള്ളായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ ഒരു ടൈം ലാപ്സ് വീഡിയോ എടുക്കണമെങ്കിലോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വേറെ ഇൻ്റർമീറ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് ക്യാമറയുടെ അപ്പേർച്ചർ, ഷട്ടർ സ്പീഡ്, ISO എല്ലാം തന്നെ മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഇതാണ് DSLR കൺട്രോൾ പ്ലസ് എന്നൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഇവിടെ കാണുന്ന DSLR കൺട്രോൾ പ്ലസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതുപോലെ വരും. നമുക്ക് ഇതിലെങ്ങനെയാണ് ലൈവ് വ്യൂ കണക്ട് ചെയ്യണമെന്ന് നോക്കാം. അതിനിപ്പോൾ നമ്മുടെ DSLR ക്യാമറയുടെയൊക്കെ ഒപ്പം കിട്ടുന്ന ഇതേപോലത്തെ ഒരു പിന്നുണ്ടായിരിക്കും. ഇത് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പിന്നാണ്. ഇതിൻ്റെ ഒപ്പത്തേക്ക് ഞാനൊരു OTG കണക്ടർ, C ടൈപ്പ് OTG കണക്ടർ ഈ ഡാറ്റ കേബിളിൽ കുത്തിയിട്ടുണ്ട്. ഇത് ഒരെണ്ണം നമ്മുടെ ഫോണിൽ ഇവിടെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. അടുത്തത് ക്യാമറയിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പോകും. ഇതിപ്പോൾ അത് ഫോണിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറയിലാണ് കണക്ട് ചെയ്യേണ്ടത്. ക്യാമറയിൽ ഇവിടെ ഇത് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ആ പോർട്ടിലേക്ക് നമ്മൾ ഈ ഡാറ്റ, ഈ DSLR ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം, ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന ഒരു കണക്ടറാണ്. അപ്പോൾ കണക്ടർ അവിടെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിന്ന് ക്യാമറയൊന്ന് ഓണാക്കണം. ക്യാമറ ഒന്ന് ഓണാക്കി നോക്കാം. ഈ DSLR പ്ലസ് എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ലിമിറ്റഡ് ഫങ്ഷൻ അവൈലബിലിറ്റി എന്നുള്ളത് കൊടുത്തു. ഇതിപ്പോൾ ക്യാമറ കണക്റ്റഡ് ആണ്, അതിൽ ക്യാമറ കണക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറ കണക്റ്റഡിൽ ഇവിടെ ലൈവ് വ്യൂ ഓഫാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ലൈവ് വ്യൂ ഓണാക്കി കൊടുത്തു. ലൈവ് വ്യൂ ഓണാക്കി കൊടുത്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഹിസ്റ്ററി ഉണ്ട്. ഇവിടെ നമുക്കതിൻ്റെ ഷട്ടറാണ്. ഷട്ടറിൻ്റെ സ്പീഡ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഫോണിൽ കണ്ടല്ലേ, നമ്മളിത് ഷട്ടർ സ്പീഡ് എത്രയാണോ നമുക്കതനുസരിച്ച് 5000 എത്ര വേണമെങ്കിലും നമുക്ക് ഷട്ടർ സ്പീഡ്, ഞാനിപ്പോൾ ഷട്ടർ സ്പീഡ് 100 കൊടുത്തു. അതേപോലെ അപ്പേർച്ചർ എന്നുള്ളത് ഇവിടെ F9 ആണ്, അത് ഞാൻ F11 കൊടുത്തു. അതേപോലെ ഇവിടെ നമുക്ക് ISO നമുക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെ നിരവധി ഓപ്ഷൻസുകൾ നമുക്കിതിലുണ്ട്. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ DSLR ക്യാമറയുടെ ഒരു മോണിറ്ററായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ ഫോക്കസ് എന്നുള്ളതുണ്ട്. ഫോക്കസ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. മാനുവൽ ഫോക്കസ് വേണമെങ്കിൽ മാനുവൽ ഫോക്കസ് ചെയ്യാം. ഇത് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ ഡിസ്പ്ലേയിൽ ഒന്നും തന്നെ കാണിക്കില്ല, ഇവിടെ ആയിരിക്കും കാണിക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ടച്ച് ചെയ്ത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ ഇവിടെ താഴെ മാനുവൽ ഇത് ഓപ്പൺ ആയി വന്നു. ഇവിടെ ഒരു പിക്ചറിൻ്റെ ഒരു മോഡ് വരും, അതിൽ നിന്ന് നമുക്ക് ഫോട്ടോ കിട്ടും. ഇനി വീഡിയോ ആണ് എടുക്കണമെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. വീഡിയോ എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് വീഡിയോ എടുക്കേണ്ട രീതിയിൽ വരും. നമ്മളിവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ മാറ്റാനായിട്ട് സാധിക്കും. അത് ഗാലറി വേണമെങ്കിൽ ഗാലറിയിലേക്ക് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലെല്ലാം ഒന്നുകൂടെ റീടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വീണ്ടും റീസ്റ്റോർ ചെയ്ത് അതിലേക്ക് വരും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ ടൈം ലാപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ടൈം ലാപ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈം ഇൻ്റർവെൽ കൊടുക്കാം. ലിമിറ്റ് ഡ്യൂറേഷൻ വേണേൽ നമുക്ക് കൊടുക്കാം. 60 ഫ്രെയിം റേറ്റ് എത്രയാണോ കൊടുക്കണേ അത് കൊടുക്കാം. ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. 4 ഫ്രെയിം 5 ഫ്രെയിം ഓരോ ഫ്രെയിമും ക്യാപ്ചർ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ അതിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കും. നമുക്ക് സ്റ്റോപ്പ് കൊടുക്കാം. സ്റ്റോപ്പ് എടുത്തു കഴിഞ്ഞാൽ അത്രയും ഇമേജുകൾ അവിടെ റെഡിയായി. നമുക്ക് റിമോട്ട് കൺട്രോളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാമറ കണക്റ്റഡ് ആണ്. ഇവിടെ ലൈവ് വ്യൂ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് വ്യൂ ഓൺ ആകും. അപ്പോൾ നമുക്കിത് മോണിറ്ററായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഹിസ്റ്റോഗ്രാം ഉണ്ട്. ഫോക്കസ് പോയിൻ്റ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫോക്കസ് പോയിൻ്റ് ആർ നോട്ട് സപ്പോർട്ട് ഡ്യൂറിങ് ലൈവ് വ്യൂ. ഫോക്കസ് പോയിൻ്റ് നമുക്ക് ലൈവ് വ്യൂവിൽ കിട്ടില്ല. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതതിൻ്റെ ഫുൾ ഇതിലേക്ക് വരും. തിരിച്ച് നമുക്ക് ഇതേപോലെ തന്നെ കൊണ്ടുവരാം.
അതുപോലെ വൈറ്റ് ബാലൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഓട്ടോ, മാനുവൽ എല്ലാ മോഡിലേക്കും നമുക്ക് മാറ്റാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ നിരവധി ഓപ്ഷൻസുകൾ ഈ ആപ്ലിക്കേഷനിലുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇത് പ്ലേ സ്റ്റോറിൽ DSLR കൺട്രോൾ പ്ലസ് എന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു പ്രോ മോഡ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ആ പ്രോ മോഡിൽ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കുന്നതിൽ നമുക്ക് ടൈം ലാപ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. അതുപോലെ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു പ്രോ മോഡ് വേണമെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിന്ന് നമുക്കത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതേപോലെ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക.